വെൽക്കം ടു vnshinemedia. ഈ കാര്യം ഈ ഒരു ഫിഗറിൽ പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. നമുക്ക് ഈ ഫിഗർ തെറ്റാണ്. ഹലോ ഗായ്സ്, vnshinemedia ഒരു പുതിയൊരു കിള്ള എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കുട്ടികൾ, എൻ്റെ ചേച്ചിയുടെ മോനാണിത്. അപ്പോൾ ഇത്രയൊക്കെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നഴ്സറി പ്രായത്തിലുള്ള നിങ്ങളുടെ കുട്ടിയോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു നോക്കൂ. ഞാൻ ചെയ്യാം എന്നാവും അവർ ഉടനടി മറുപടി തരിക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുപോലും അറിയാതെയാണ് പലപ്പോഴും കുട്ടികൾ മറുപടി പറയുക. ഇതിലൂടെ അവരറിയാതെ തന്നെ അവരുടെ ധൈര്യവും ആത്മവിശ്വാസവും പുറത്തു വരുന്നുണ്ട്. നിങ്ങളിൽ പലരും ഇപ്പം അടുത്തൊരു വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടി അച്ഛനോട് പറയുന്നത്, എനിക്ക് ഇന്ന പാർക്കിൽ പോകണം. അപ്പം അച്ഛൻ പറയുന്നുണ്ട് പുറത്ത് കൊറോണയാണ്, അതുപോലെ തന്നെ പോലീസുകാരുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പിണറായി വിജയൻ സാർ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ നരേന്ദ്രമോദി സാർ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇടിച്ച് പപ്പടാക്കിക്കോളാം അവർ ചോദിക്കാൻ വരികയാണെങ്കിൽ എന്ന് പറയും. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ചോദിക്കും ആരിടിച്ച് പപ്പടാക്കുക എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറയും ഞാൻ പോലീസിനെ ഇടിച്ച് പപ്പടാക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയും. ഭയങ്കര നിഷ്കളങ്കതയായിട്ട് ആ കുട്ടി ഉത്തരം പറയുന്നുണ്ട്. എന്നാൽ അവിടെ ആ കുട്ടിക്ക് വരുന്നത് ആത്മവിശ്വാസവും ധൈര്യമാണ്. എന്നാൽ എനിക്ക് കഴിയും എന്നുള്ളതാണ് സംഭവം. ആ കുട്ടിക്ക് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നതെങ്കിലും ആ കുട്ടിക്ക് പറയാനൊരു ധൈര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഉള്ളിൽ അപ്പോൾ എന്നാ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ധൈര്യം കിട്ടും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത് പറ്റൂല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ എന്തൊരു കാര്യവും കുട്ടികളോട് നീ ചെയ്തോ അല്ലെങ്കിൽ നിനക്ക് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്നൊരു ധൈര്യം ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മുതിർന്നവർക്ക് എന്ന പോലെ തന്നെ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്. ഒരുപക്ഷെ മുതിർന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അലക്കിയ തുണികൾ മടക്കി വെക്കുന്നതും അടുക്കളയിലെ പാത്രങ്ങൾ അടുക്കി വെക്കുന്നതും ഒരു കളി പോലെ അവർ ആസ്വദിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയാ ആ കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുട്ടി വരും. ഇതിലൂടെ താൻ കുറച്ചും കൂടി മുതിർന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അതാണ് കോൺഫിഡൻസ്. അതാണ് കുട്ടികളിൽ അവരുടെ കോൺഫിഡൻസ്. അപ്പോൾ അവർ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഓ വലിയ കുട്ടിയായല്ലോ എന്ന് സാധാരണ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അതുപോലെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അവർക്ക് അതൊരു ആത്മവിശ്വാസവും പ്രചോദനവും. എന്തൊക്കെ ചെയ്യുമ്പോൾ മടി എന്ന സംഭവം പിന്നെ അയലത്ത് കൂടെ പോകില്ല കുട്ടികളുടെ. ഇതിലൂടെ താൻ കുറച്ച് മുതിർന്നു എന്നൊരു തോന്നലും കുട്ടിയിലുണ്ടാവും. ഞാൻ പറഞ്ഞല്ലേ കോൺഫിഡൻസ്. മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കുട്ടികൾ ചെയ്യുന്നത് അല്ലേ. അതിലൂടെ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്ന തോന്നൽ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തും. ഞാൻ ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ എന്ന് ചോദിക്കുന്ന കുട്ടിയോട് ഓ ചെയ്തോളൂ അല്ലെങ്കിൽ നീ ചെയ്തോ എന്ന് പറയണം. എന്നാലാണ് അവർക്ക് നമ്മൾ പറയും അയ്യോ വെള്ളത്തിൽ കളിക്കുകയാണ്, വല്ല ജലദോഷം വന്നാലോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ അധികം ഒതുക്കി നിർത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ കഴിവുകൾ അവർ തന്നെ തിരിച്ചറിയണം. മുതിർന്നവർ ആ ജോലി കുട്ടിയെ ഏൽപ്പിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യും. ഇപ്പൊ വെള്ളം ഒഴിക്കുകയാണ്, അപ്പൊ വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ പറയാ അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യട്ടോ, വലിയ ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ സ്നേഹത്തോടെ. ഒരിക്കലും നിങ്ങൾ വാശി കാണിക്കുക ദേഷ്യപ്പെടുക ചെയ്യരുത്. ഭൂരിഭാഗം പേരൻസിനുള്ള കുഴപ്പം. ഞാൻ പേരൻ്റ് ഒന്നല്ല എന്നാലും പറയാണ് ഭൂരിഭാഗം പേരൻസിനുള്ള കുഴപ്പം. പരസഹായം കൂടാതെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ അപകടകരമായ കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക. അതായത് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികളെ ഏൽപ്പിക്കരുത്. അപകടകരമല്ലാത്ത കാര്യങ്ങൾ കുട്ടികളെ നിർബന്ധമായി ഏൽപ്പിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിട്ട് അങ്ങോട്ട് വെച്ചോ, അങ്ങനെ കുട്ടികളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ കുട്ടികൾ എന്നും എനർജറ്റിക് ആയിരിക്കും. അതിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അക്കുറയത്തെ ഫിഷുകൾക്ക് ഫുഡ് കൊടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങൾ അടുക്കി വെക്കുക, അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ വലിയ അധ്വാനങ്ങളല്ലാത്തത് ഒക്കെ കുട്ടികളെ ഏൽപ്പിക്കുക. പിന്നെ നമ്മൾ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് കുട്ടികൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഡീമോട്ടിവേഷനാണത്. ഏറ്റവും വലിയ ഡീമോട്ടിവേഷനാണ് ഉള്ളത് പറയാമല്ലോ. അത് നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഒരിക്കലും പറയരുത്. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വെയിറ്റുള്ള സാധനം എന്തെങ്കിലും മാറ്റി വെക്കാനാണെങ്കിൽ നമ്മൾ എടുത്ത് പൊക്കി വെക്കുക. എന്നിട്ട് പറയാം ഓ ഇത് കുറച്ച് വെയിറ്റ് നീ ചെറുതെടുത്തോ അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് ശ്രദ്ധ എന്ന് മാറ്റുക. അല്ലാതെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. എന്തായാലും പിന്നെ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും
എന്നെക്കൊണ്ട് കഴിയോ, എന്നെക്കൊണ്ട് കഴിയൂല. അങ്ങനെയുള്ള കുട്ടികളാണ് ഭൂരിഭാഗം. നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ പറയും ഓമോ എന്താണ് എന്നറിയും. എന്ന് വെച്ചാൽ ഓനെ കൊണ്ട് കഴിയൂല എന്നുള്ളത് എന്ന് വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ശീലിപ്പിച്ചു തുടങ്ങണം. ആക്റ്റീവ് ആയിരിക്കണം എപ്പോഴും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായും പറയണം ചെയ്തു നോക്കൂ എന്ന് പറയണം. ഓക്കെ, നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചെയ്തു നോക്കൂ എന്നറിയണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയണം വെൽ ഡൺ, സൂപ്പറായിട്ട്, നീ സൂപ്പറാണല്ലോ, നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവനെ അല്ലെങ്കിൽ അവളെ. മുതിർന്നവർ അനാവശ്യമായിട്ട് വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് കുട്ടികളെ തളർത്തുകയാണ് ചെയ്യുക. മാനസികമായിട്ട് ധൈര്യവും ആത്മവിശ്വാസവും ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അതൊന്നും ഓർമ്മയിൽ വെക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. അല്ല, അത് തെറ്റ് പറയാനും പറ്റൂല, നമ്മുടെ സമൂഹം അങ്ങനെയാണ്. കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് നല്ലതാണ്. എന്നാൽ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. നിന്നെ കൊണ്ട് അത് പറ്റൂല, നീ വെറും കുട്ടിയാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ദയവ് ചെയ്ത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ധൈര്യത്തെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുക. എന്ന് കരുതി ഞാനിത് പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരെന്ത് കാര്യം പറഞ്ഞാലും ചെയ്തോട്ടെ ചെയ്തോട്ടെ, ആത്മവിശ്വാസം കൂടുകയാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഓക്കെ പറയരുത്. നിങ്ങൾക്കറിയാലോ കുട്ടികളെ കൊണ്ട് എന്തൊക്കെ പറ്റാന്ന്. അതിനെ ഒരിക്കലും വിലക്കരുത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അത് ചെയ്തോട്ടെ, ചോദിക്കുകയാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ, അതിപ്പോൾ നമുക്കറിയാലോ പറ്റൂലെന്ന്. അപ്പോൾ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുക, ചെയ്തോളാൻ പറയുക. ഏറ്റെടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയോ സമ്മർദ്ദമോ ഇല്ലാതെ അവരും ചെയ്യാൻ ശ്രമിക്കട്ടെ. പുതിയൊരു എനർജറ്റിക് ആയ യുവതലമുറയെ നമുക്കും വാർത്തെടുക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാനൊരു പേരൻ്റൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ തോന്നുന്നൊക്കെ പറയാനാണ് യൂട്യൂബിൽ പലരും ചോദിക്കും ചിലപ്പോൾ. അങ്ങനെ പറയാനല്ല, എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവായിട്ട് എടുക്കാതെ കഴിയുന്നതും പോസിറ്റീവായി എടുക്കാൻ ശ്രമിക്കണം. കാരണം ഒരു വീക്കായിരുന്ന തലമുറയല്ല നമുക്ക് ആവശ്യം. എന്ത് കാര്യത്തിനും ധൈര്യസമേതം മുന്നോട്ട് വരുന്ന, എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മളുടെ കേരള സമൂഹമായിരിക്കണം ഇനി വരുന്നത്. നമസ്കാരം.